ഇന്നലെ മെയ് 14 കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മുഴുവൻ സൂര്യ ആരാധകരെയും വളരെ നിരാശപ്പെടുത്തിയൊരു ദിവസമായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട നായകന്റെ കറുപ്പ് എന്ന സിനിമ ഇന്നലെയായിരുന്നു റിലീസ് ആവേണ്ടിയിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ അതിനായില്ല, ആ സിനിമ റിലീസായില്ല. കാരണം ഇന്ന് വെള്ളിയാഴ്ച 15-ാം തീയതിയാണ് സിനിമ റിലീസാവുന്നത്. ഇന്ന് സിനിമയുടെ ആദ്യ ഷോ തന്നെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സിനിമയിലേക്ക് വരും മുമ്പ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു വ്യക്തിയുടെ രണ്ട് വികാരങ്ങളുടെ ഏറ്റവും എക്സ്ട്രീം ലെവൽ സോഷ്യൽ മീഡിയയിലെല്ലാം സിനിമാ മേഖല ഫോളോ ചെയ്യുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞു. അത് മറ്റാരുടെയുമല്ല, ഈ സിനിമയുടെ ഡയറക്ടർ RJ ബാലാജിയുടെ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ കരഞ്ഞുകൊണ്ട്, വളരെ വികാരാധീനനായി കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലൈവിൽ വരുന്നത്. തനിക്ക് ഇന്നലെ ആ സിനിമ റിലീസ് ചെയ്യാൻ കഴിയാത്തതിലുള്ള സങ്കടമാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷം ഇന്ന് ഞാൻ സിനിമ എല്ലാം തിരിച്ച് വീട്ടിലെത്തി വീണ്ടും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണുന്നത് ചെന്നൈയിലെ ഏതോ ഒരു തിയേറ്ററിന്റെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ അട്ടഹസിച്ചും ചിരിച്ചും ഒക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് തന്റെ സന്തോഷം, ഭയങ്കര ആ ഒരു എക്സ്ട്രീം ലെവലുള്ള ഹാപ്പിനെസ് അദ്ദേഹം പുറത്ത് കാണിക്കുകയാണ്. സിനിമയിലോട്ട് വരികയാണെങ്കിൽ നമ്മളെല്ലാം പച്ച തമിഴിൽ നിന്ന് കളിയാകുന്ന RJ ബാലാജിയുടെ ഈ സിനിമയിൽ ഒരുപിടി മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് മലയാളത്തിൽ നിന്നുള്ള താരങ്ങളാണ്. നമ്മുടെ ഇന്ദ്രൻസ്, അനഘ, ശിവദ, ഒരു സീനിൽ മാത്രം വന്ന അജു എന്നിങ്ങനെ ഒരുപിടി താരങ്ങൾ മലയാളത്തിൽ നിന്നുണ്ട്. എനിക്കൊന്ന് അജുവിന്റെ റോളൊക്കെ ഒരുപക്ഷെ സിനിമയുടെ ദൈർഘ്യം മൂലം കട്ട് ചെയ്യപ്പെട്ടതാവാം. ഒരൊറ്റ സീനിൽ അജുവിനെ കാണിക്കുന്നുള്ളൂ. ആധിപത്യം ഏതാണ്ട് ഇന്ദ്രൻസ് ചേട്ടൻ തന്നെയാണ് സിനിമ ഭരിക്കുന്നത്. സിനിമയിൽ ഉടനീളമുള്ളത് ഇന്ദ്രൻസും അനഘയും. ഒരു പ്രൊമോ ഷോയിൽ സൂര്യ പറയുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് ഇന്ദ്രൻസിന്റെ അഭിനയമെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു വന്നു. നമ്മളിപ്പോഴുള്ള മലയാളി പ്രേക്ഷകർക്ക് ഒട്ടും അത്ഭുതം ഉണ്ടാവില്ല. കാര്യം കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് നമ്മൾ കണ്ട ഇന്ദ്രൻസിനല്ല ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം നമ്മൾ കാണും. നമുക്കറിയാം ഇതിലും അപ്പുറം കാലിബർ ഉള്ള നടനാണ് ഇന്ദ്രൻസ്. അദ്ദേഹം ഇനിയും അത്ഭുതങ്ങൾ ആവർത്തിക്കാനിരിക്കുന്നതേ ഉള്ളൂ. RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന മൂന്നാമത്തെ മാത്രം സിനിമയാണ് കറുപ്പ്. കറുപ്പ് എന്ന് പേരെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാരി സെൽവരാജ്, വെട്രിമാറൻ അല്ലെങ്കിൽ പാരഞ്ജിത്ത് തുടങ്ങിയ അവരൊക്കെ ചെയ്യുന്ന ടൈപ്പ് സിനിമ ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് ഇല്ലേ, അത്തരത്തിലുള്ളൊരു സിനിമയാണെന്നുള്ളൊരു തോന്നലുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു RJ ബാലാജി ഷോ ആണ്. RJ ബാലാജിയുടെ സിഗ്നേച്ചർ ഉള്ള ഒരു സിനിമയാണത്. അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന 2 സിനിമകൾ എങ്ങനെയാണോ ആ സിനിമയുള്ള അതേ ഒരു ടെംപ്ലേറ്റിൽ ഒരു സ്റ്റാർഡമുള്ള ഒരു നായകനെ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ അദ്ദേഹം വൃത്തിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമ എന്ന നിലയ്ക്ക് അത് സൂര്യ ഫാനിനെ കംപ്ലീറ്റ്ലി തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. സിനിമയുടെ സംവിധായകൻ തന്നെയാണ് ഇതിലെ പ്രതിനായക വേഷം ചെയ്യുന്നത്. ആദ്യ സീനുകളിൽ ഒരുപക്ഷെ നമുക്കിതിങ്ങനെ ഒരു തുമ്പിയെ കൊണ്ട് കലെടുപ്പിക്കലാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും പിന്നീടുള്ള തൻ്റെ ഭാഗങ്ങൾ കൊണ്ട് അദ്ദേഹം നമ്മുടെ തോന്നലിനെ മാറ്റുകയാണ്. വളരെ മിക്സായിട്ട് തന്നെ അദ്ദേഹം ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ തൃഷയാണ് ഈ സിനിമ നായിക എന്ന് പറയാൻ കഴിയില്ല. സാധാരണ പൊതുവെ നമ്മൾ പറയാറുള്ളത് നായകന്റെ ജോഡിയാണ് നായിക എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു നായിക കഥാപാത്രമായിട്ടല്ല തൃഷ ഈ സിനിമയിൽ നമ്മൾ കാണേണ്ടത്. ഒരു പ്രധാന കഥാപാത്രമാണ്. സിനിമയുടെ ആദ്യാവസാനമുണ്ട്. കഥയിൽ വഴിത്തിരിവാകുന്നതെല്ലാം തൃഷയുടെ കഥാപാത്രമാണ്. ആദ്യം മുതൽ അവസാനം പറയേണ്ടത്. എന്നാലും ഒരു ജോഡി എന്ന തരത്തിൽ നമുക്ക് സിനിമ പറയാൻ കഴിയില്ല. അതിനകത്ത് സിനിമയിൽ വരുന്ന വിജയ്, അജിത് എന്നിവരുടെ റെഫറൻസുകൾ, പിന്നെ സൂര്യയുടെ തന്നെ മറ്റൊരു സിനിമയുടെ ഒരു ക്യാരക്ടർ ക്രിയേഷൻ, ഇതൊക്കെ നന്നായിട്ട് കൈയ്യടി നേടുന്നുണ്ട്. ഞാൻ എന്തായാലും സിനിമയുടെ മൊത്തത്തിലുള്ള കഥയോ അല്ലെങ്കിൽ സസ്പെൻസോ അല്ലെങ്കിൽ ട്വിസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ട്വിസ്റ്റുകളൊന്നും പറയാനില്ല. സിനിമയുടെ ഐറണി എന്ന് പറയുന്നത് വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് കാലം തള്ളിക്കളയേണ്ടുന്ന ഒരു വിഷയം കൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. മൊത്തത്തിൽ എന്നിലെ പ്രേക്ഷകന് ഈ സിനിമ വല്ലാതെ സ്വാധീനിച്ചിട്ടില്ല. എനിക്കിതൊരു വലിയ സിനിമയായിട്ട് തോന്നിയിട്ടുമില്ല. എന്നിലെ പ്രേക്ഷകന് ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ളത് ഒരു തവണ തിയേറ്ററിൽ പോയിരുന്ന് കാണാം, ഒരു തവണ കാണാനുള്ളതുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് RJ ബാലാജി ഡയറക്ട് ചെയ്ത് സൂര്യ മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച കറുപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ. വീണ്ടും ഒരു പുതിയ സിനിമ വിശേഷമായി കാണുന്നവരെ ബൈ, താങ്ക് യു. Are you ready for a new story?